റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ്. പാലക്കാട് നെന്മാറ സീറ്റ് CMPയിൽ നിന്ന് ഏറ്റെടുക്കാൻ കോൺഗ്രസ്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ മണ്ഡലം പിടിക്കാമെന്നാണ് വിലയിരുത്തൽ. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, DCC ജനറൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ KG എൽദോ, KPCC അംഗം സജേഷ് ചന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് നെന്മാറയിൽ ഇപ്പോൾ പരിഗണിക്കുന്നത്. LDFനായി ഇത്തവണ വീണ്ടും K. ബാബു തന്നെ മത്സരിച്ചേക്കും. 2 ടേം പൂർത്തിയാക്കിയെങ്കിലും വിജയസാധ്യത പരിഗണിച്ച് K. ബാബുവിന് വീണ്ടും അവസരം നൽകാനാണ് സാധ്യത. ഇക്ബാൽ ഇറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. ഇക്ബാൽ, നെന്മാറ മണ്ഡലം നമ്മൾ പരിശോധിച്ചാൽ നെന്മാറയിൽ നടക്കാൻ പോകുന്ന വലിയ മാറ്റം, CMPയിൽ നിന്ന് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. അങ്ങനെ വന്നാൽ DCC പ്രസിഡന്റിനാണ് ആദ്യം ഒരുപക്ഷെ സാധ്യതയുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നെന്മാറ ഇക്കുറി പിടിക്കും എന്നതാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ K. ബാബുവിനെ പോലൊരു അധികായനാണ് 2 ടേം നിബന്ധന ഒഴിവാക്കി വീണ്ടും K. ബാബുവിനെ കളത്തിലിറക്കുന്നത് ഇങ്ങനെയൊരു നീക്കം കൂടി കണ്ടുകൊണ്ടാണോ ഇക്ബാൽ? അരുൺകുമാർ, തീർച്ചയായും ഇത്തവണ നെന്മാറ മണ്ഡലത്തിൽ നിന്ന് വലിയൊരു ആവശ്യമായി കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിട്ടുള്ളത്. ഇത്തവണ നെന്മാറ മണ്ഡലത്തിൽ CMPക്ക് പകരം കോൺഗ്രസ് തന്നെ ആ മണ്ഡലത്തിൽ മത്സരിക്കണമെന്നുള്ളതാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ നെന്മാറ മണ്ഡലം പിടിക്കാം എന്നുള്ളൊരു വിലയിരുത്തലാണ് നെന്മാറ മണ്ഡലത്തിലെ കോൺഗ്രസ് ഭാരവാഹികൾ ഇപ്പോൾ എന്തായാലും നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നൊരു കാര്യം. ഏറ്റവും ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ തന്നെ നെന്മാറയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചാൽ ഇടതുപക്ഷത്തിന്റെ കോട്ട എന്ന് പറയുന്ന നെന്മാറ ഇത്തവണ പിടിച്ചെടുത്ത് വലിയ രീതിയിൽ വിജയം നേടാൻ കഴിയുമെന്നൊരു വിശ്വാസത്തിലാണ് കോൺഗ്രസ് അവിടെയുള്ളത്. അതിനുവേണ്ടി ഇത്തവണ കോൺഗ്രസ് അവിടെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത് തന്നെ DCC പ്രസിഡന്റ് തങ്കപ്പന്റെ പേര് ഉൾപ്പെടെ വലിയ രീതിയിൽ അവിടെ പരിഗണനയിലുണ്ട്. മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് അംഗം DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KG എൽദോ, KPCC അംഗമായിട്ടുള്ള സജേഷ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകളാണ് മറ്റ് പരിഗണനയിലുള്ള പേരുകൾ. ഏതായാലും DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അങ്ങോട്ടേക്ക് എത്തിച്ച് മത്സരിപ്പിച്ച് ഒരുപക്ഷെ ആ മണ്ഡലം കൈപ്പിടിയിൽ ഒതുക്കണം എന്നുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് കടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഏതായാലും CMPയുടെ CN വിജയകൃഷ്ണനായിരുന്നു കഴിഞ്ഞ തവണയെല്ലാം മത്സരിച്ചിരുന്നു. ഇനി ഇത്തരത്തിലൊരു തീരുമാനം CMPയിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുത്ത് കോൺഗ്രസ് മത്സരിക്കുമോ എന്നുള്ളത് ഏതായാലും കണ്ടറിയണം. ഏതായാലും അത്തരത്തിലൊരു ആവശ്യമാണ് നെന്മാറയിൽ നിന്നും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുകയും ചെയ്തുള്ളത്. ഇത്തരത്തിലൊരു നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരുപക്ഷെ CPMന്റെ അകത്ത് ഇപ്പോൾ 2 ടേം പൂർത്തിയാക്കിയ K. ബാബുവിന് ഒരുപക്ഷെ വീണ്ടും അവസരം നൽകാനുള്ള നീക്കങ്ങളും നടക്കുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും നേതൃത്വം ഇത് പരിശോധിച്ച് ഉടൻ തന്നെ ഒരു തീരുമാനമുണ്ടാകും. പക്ഷേ NDAയിൽ വലിയ രീതിയിലൊരു മാറ്റം ഉണ്ടാവില്ല. അവിടെ BDJSന്റെ ജില്ലാ സംസ്ഥാന നേതാവുമായിട്ടുള്ള അനുരാഗാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. ഇത്തവണയും അനുരാഗിന് തന്നെയായിരിക്കും സാധ്യത എന്നുള്ളതാണ് NDAയിൽ നിന്നും പുറത്തു വരുന്ന വിവരം. ഇപ്പോൾ പാലക്കാട് DCC അധ്യക്ഷൻ A. തങ്കപ്പൻ ഉൾപ്പെടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രസിഡന്റ്, ഇപ്പോൾ ഒരു വിവരം നെന്മാറയിൽ നിന്ന് വരുന്നത് CMPയിൽ നിന്ന് നെന്മാറ സീറ്റ് കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ അത് പിടിച്ചെടുത്ത് വിജയിക്കാൻ കഴിയുമെന്നാണ്. കാരണം അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ പരിശോധിക്കുമ്പോൾ കൊടുവായൂരാവട്ടെ നെന്മാറയാവട്ടെ ഇത്തവണ LDFൽ നിന്നും കോൺഗ്രസ് പിടിച്ചെടുത്തതാണ്. മാത്രമല്ല അവിടെ കൊല്ലങ്കോട് ഡിവിഷൻ ചെറിയ വോട്ടുകൾക്കാണ് തോറ്റുള്ളത്. പല്ലശ്ശേന ഡിവിഷനാണെങ്കിലും മാത്രമാണ് LDFന് ഒരു കാര്യമായ നേട്ടമുണ്ടാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയുമെന്നാണ് നെന്മാറയിലെ ആളുകൾ, കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. പ്രസിഡന്റ് ഉൾപ്പെടെ അവിടേക്ക് എത്തിച്ച് മത്സരിപ്പിച്ചാൽ ആ മണ്ഡലം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നെന്മാറയിലെ നേതാക്കൾ പറയുന്നത്. നേതാക്കന്മാർ പറയുന്നതാണ്. പാർട്ടി അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല. പാർട്ടി അസംബ്ലിയെ കുറിച്ചിട്ട് ഒരു അസംബ്ലിയെക്കുറിച്ച് ചർച്ച ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ചോദിച്ചിട്ടുമില്ല. നെന്മാറയിലെ സാധ്യതകൾ എങ്ങനെയാണ്? അപ്പോൾ നെന്മാറ എന്നല്ല, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനേക്കാളും മെച്ചപ്പെട്ട വിജയമായിരിക്കും അസംബ്ലി തെരഞ്ഞെടുപ്പ്. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയത്തിനെതിരെ, പ്രത്യേകിച്ച് പിണറായി വിജയനെതിരായിട്ടുള്ള ജനവിധിയാണ് ഇനി വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു 70% ഈ പഞ്ചായത്തിൽ നടന്നത്. അതിന് 100% വരുന്നത് അസംബ്ലിയിലാണ്. പിണറായി വിജയൻ്റെ ഭരണത്തിന് എതിരായിട്ടുള്ള വികാരത്തിൻ്റെ പ്രതിഫലനം വരുന്നത് ഈ വരുന്ന അസംബ്ലിയിലാണ്. അത് 100% പാലക്കാട് ജില്ലയിൽ. ഞാൻ നിങ്ങളുടെ ആ പഞ്ചായത്ത് ഇലക്ഷൻ പറഞ്ഞു, ഇരട്ടി മുനിസിപ്പാലിറ്റി കിട്ടും, ഇരട്ടി പഞ്ചായത്ത് കിട്ടും, അതുപോലെ വന്നല്ലോ. അതുപോലെ തന്നെ ഇന്നലെക്കാളും വ്യത്യസ്തമായിട്ട് നല്ല രീതിയിലുള്ള വിജയമായിരിക്കും പാലക്കാട് ജില്ലയിൽ UDFനുണ്ടാവും. നമ്മൾ മണ്ഡലങ്ങളെ കണക്കെടുക്കുമ്പോൾ വിജയ സാധ്യത ഏറെയുള്ള ഒരു മണ്ഡലം തന്നെയായി നെന്മാറ മാറിയെന്ന് 100%. നെന്മാറ, ചിറ്റൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, അതുപോലെ തന്നെ വട്ടാമ്പി, തൃത്താൽ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളൊക്കെ കോൺഗ്രസ് ജയിക്കാൻ, കോങ്ങാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, ഒറ്റപ്പാലം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ജയിക്കാൻ സകല സാധ്യതയുള്ളതാണ്. അതിൻ്റെ മെച്ചം ഞാൻ പറഞ്ഞല്ലോ. ആ പിണറായി വിജയൻ്റെ ജനവിരുദ്ധ നയത്തിനെതിരെ, പിണറായി വിജയനെതിരായിട്ടുള്ള CPMന്റെ പ്രവർത്തകർ പോലും അവർക്ക് പ്രതികരിക്കാൻ മുഖ്യമന്ത്രിയെ കാണാനോ ആ നേതാക്കന്മാരെ കാണാനുള്ള അവസരമില്ല. അപ്പോൾ പ്രതികരിക്കാൻ അവർക്ക് അവസരം കിട്ടുന്ന ആ ഗവൺമെൻറ്റിനെതിരെ, അവരുടെ നയത്തിനെതിരെ ഈ വോട്ടിലൂടെ അവർ പ്രതികരിക്കും. നെന്മാറയിലെ ആളുകൾ ആവശ്യപ്പെടുന്ന പോലെ ഈ CMPയിൽ നിന്നും സീറ്റ് പിടിച്ചെടുക്കണം കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ആ ആവശ്യം ശക്തമാവുകയാണെങ്കിൽ മുന്നണി ആ കാര്യങ്ങളെല്ലാം അറിയും. അങ്ങനെ ഒരു തീരുമാനം ഞാൻ പറഞ്ഞില്ല. ഈ അസംബ്ലിയുടെ ചർച്ചയെ വന്നിട്ടില്ല, ആർക്കും മുന്നണിയും ചർച്ച വന്നിട്ടില്ല. അതൊക്കെ UDFും KPCC നേതൃത്വവും അതുപോലെ തന്നെ ഹൈക്കമാൻഡും AICC ഒക്കെയാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒരു ഡിസ്കഷൻ വന്നിട്ടില്ല. ഞങ്ങളുടെ ചോദിച്ചാൽ പറയുന്നല്ലാതെ അങ്ങനെ ഒരു ഡിസ്കഷൻ ഇപ്പം തുടങ്ങിയിട്ടില്ല. നിലവിൽ അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ വിജയിക്കുമെന്നൊരു പ്രതീക്ഷ ജയിച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് 100% പ്രതീക്ഷയൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഡിസ്കഷൻ വന്നിട്ടില്ല.
ഇതാണ് DCC പ്രസിഡന്റ് പറയുന്നത്. തങ്ങൾക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ വിജയിക്കുമെന്നൊരു പ്രതീക്ഷയുള്ള മണ്ഡലമാണ് നെന്മാറ. പക്ഷേ ഒരു ഡിസ്കഷൻ DCC ലെവലിൽ നടന്നിട്ടില്ല. നെന്മാറയിൽ നിന്നാണ് അത്തരത്തിലൊരു ആവശ്യം ഉയർന്നിരിക്കുന്നത്. ഏതായാലും നെന്മാറയിലെ നേതാക്കൾ DCC നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാവണം. പാലക്കാട്ടെ UDF-നകത്ത് ഉൾപ്പെടെ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ ചർച്ച നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്തരത്തിലൊരു നീക്കം UDF-ന്റെ ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയാണ് ആ മണ്ഡലം നിലനിർത്താനുള്ള നീക്കങ്ങൾ LDF-ന്റെ ഭാഗത്ത് നടക്കുന്നത്. CPM-ന്റെ K ബാബു തന്നെ നെന്മാറ മണ്ഡലത്തിൽ ഒരുപക്ഷെ തുടരാനുള്ള നീക്കമായിരിക്കും അരുൺകുമാർ നടക്കുക. ഓക്കെ, താങ്ക് യു ഇക്ബാൽ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നെന്മാറ സീറ്റ് CMPയിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. അങ്ങനെ അവിടെ ഒരുപക്ഷെ DCC പ്രസിഡന്റിന് കളമൊരുങ്ങുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ നേരിടാൻ പോകുന്നത് K ബാബുവിനെയാണ്. 2 തവണ MLA ആണ്. അതുകൊണ്ട് 2 ടേം ഇത്തവണ എടുത്തു മാറ്റിയാൽ K ബാബു നിശ്ചയമായും നെന്മാറയിൽ വീണ്ടും കളത്തിലിറങ്ങും.